നമസ്കാരം. ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. മധ്യാഹ്ന വാർത്തകൾ വായിക്കുന്നത് അനു മനു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വടക്കൻ കേരളത്തിലെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. ആദ്യഘട്ടത്തിൽ തെക്കൻ കേരളത്തിലെ 7 ജില്ലകൾ വിധിയെഴുതിയിരുന്നു. ഇതോടെ സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. പ്രായത്തെ തോൽപ്പിച്ച് 103-ാം വയസ്സിലും സ്വാതന്ത്ര്യസമര സേനാനി സോഷ്യോ വാസുവേട്ടൻ വോട്ട് ചെയ്യാനെത്തി. കോഴിക്കോട് കോർപ്പറേഷനിലെ 46-ാം ഡിവിഷനിലെ ചെറുവന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5-ാം ബൂത്തിലായിരുന്നു വോട്ട്. ശബരിമല മണ്ഡലപൂജയ്ക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്നു മുതൽ വൈകുന്നേരം 5 മണി മുതൽ ബുക്ക് ചെയ്യാം. ഡിസംബർ 26, 27 തീയതികളിലേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആണ് ആരംഭിച്ചിട്ടുള്ളത്. ഡിസംബർ 26-ന് 30,000 പേർക്കും ഡിസംബർ 27-ന് 35,000 പേർക്കും അവസരം ലഭിക്കും. അഞ്ചലിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. 3 പേർ മരിച്ചു. ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന 3 പേരാണ് മരിച്ചത്. അഞ്ചൽ പുനലൂർ പാതയിൽ മാവിളയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. കരവാളൂർ നീലമാൾ പള്ളിവടക്കതിൽ വീട്ടിൽ 16 വയസ്സുള്ള ശ്രുതിലക്ഷ്മി, താഴമേൽ ചൂരക്കുളം ജയജ്യോതി ഭവനിൽ 21 വയസ്സുള്ള ജ്യോതിലക്ഷ്മി, ഓട്ടോ ഡ്രൈവർ താഴമേൽ ചൂരക്കളം അക്ഷയ് ഭവനിൽ 23 വയസ്സുള്ള അക്ഷയ് എന്നിവരാണ് മരിച്ചത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരെ സുപ്രീം കോടതി നിയമിക്കും. വിസി നിയമനത്തിൽ സ്തംഭനാവസ്ഥ തുടരുന്നു. മുഖ്യമന്ത്രിക്കും ചാൻസലറിനും സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല എന്ന് കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയും ചാൻസലറും തമ്മിൽ കത്തുകളുടെ കൈമാറ്റമൊഴികെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നും കോടതി വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അങ്കമാലി മങ്ങാട്ടുകരയിൽ 5 സെന്റ് സ്ഥലവും 1400 സ്ക്വയർ ഫീറ്റ് പുതിയ വീടും വിൽപ്പനയ്ക്ക്. അങ്കമാലി ജംഗ്ഷനിൽ നിന്നും 3 കിലോമീറ്റർ ദൂരവും കരയാമ്പറമ്പ് നാഷണൽ ഹൈവേയിൽ നിന്നും 2.50 കിലോമീറ്റർ ദൂരവുമുള്ള ഈ വീടിന് 55 ലക്ഷം രൂപ പറയുന്നു. ആവശ്യക്കാർ വിളിക്കേണ്ട നമ്പർ 7034873123 7736964883. വാർത്തകൾ ചെറുതോ വലുതോ എന്നതിലല്ല കാര്യം. നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതൊരു വാർത്തയും അതിന്റെ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു. വാർത്തകൾ വിരൽ തുമ്പിൽ ഞൊടിയിടയിൽ ലഭിക്കുന്നതിന് വേണ്ടി ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക. നേരത്തെ അറിയാൻ ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്.